കൊക്കും ഉണ്ടായിരുന്നു. ഈ കുറുക്കനും കൊക്കും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം കുറുക്കൻ പറഞ്ഞു, കൊക്ക് നീ എൻ്റെ വീട്ടിലേക്ക് വരണം. എന്തായി? കൊക്ക് സന്തോഷത്തോടെ പറഞ്ഞു, നാം വരാം. എന്നിട്ട് കൊക്കിൻ്റെ അടുത്ത് ഒരു പ്ലേറ്റിൽ ഒരു പായസം വെച്ചിരുന്നു. എന്നിട്ടതിന് കൊക്കിനെ കൊണ്ട് എങ്ങനെയാ കുത്തി കേൾക്കാന്ന് വിചാരിച്ചിട്ടും അത് എങ്ങനെ ആക്കിയിട്ടും ആവുന്നില്ല. എന്നിട്ടായി കുറുക്കന് പറഞ്ഞു, അയ്യേ നിനക്കിത് കേൾക്കാൻ പറ്റുന്നില്ലേ, ഞാൻ കഴിക്കുന്ന കണ്ടോ. എന്നിട്ടായി കുറുക്കന് ആ പ്ലേറ്റിലുള്ള പായസം മുഴുവനും കുടിച്ചു തീർത്തു. എന്നിട്ടായി കൊക്ക് വിഷമത്തിലൂടെ കൊക്കിന്റെ വീട്ടിലേക്ക് തന്നെ പോയി. എന്നിട്ട് കൊക്ക് വന്ന് പറഞ്ഞു, കുറുക്കനെ നീ എൻ്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് കുറുക്കന് പറഞ്ഞു, നാം വരാം. എന്നിട്ട് കുറുക്കൻ്റെ അടുത്തൊരു കുടയില് ഒരു മീൻ കറി ഉണ്ടാക്കി വെച്ചു. കുറുക്കനക്ക് കൊതിയടക്കാൻ കഴിയില്ല. കുറുക്കന് അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി ഇതെങ്ങനെയാ കുടിക്കാന്ന് വിചാരിച്ചിട്ടും അതിൻ്റെ മൂക്ക് പോലെ അതിൻ്റെ അടുത്ത് എത്തുന്നില്ല. എന്നിട്ട് കൊക്ക് പറഞ്ഞു, നിനക്കിത് കേൾക്കാൻ പറ്റില്ലേ. എന്നിട്ട് കൊക്ക് കുടയിലെ മീൻകറി മുഴുവനും കുടിച്ചു തീർത്തു. എന്നിട്ട് കുറുക്കന് പറഞ്ഞു, ഇത് ചതിയാണ്. ഇത് ഇത്ര വെള്ള കുടിനെ കൊണ്ട് ഞാൻ എങ്ങനെയാ കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ടായി കൊക്ക് പറഞ്ഞു, നീ എന്നെ ഇതുപോലെ അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ. എന്നിട്ടായി കുറുക്കന് കൊക്കിനോട് മാപ്പ് ചോദിച്ചു. താങ്ക് യു.